പലവട്ടം ആഗ്രഹിച്ചു, പലവട്ടം പ്രാർത്ഥിച്ചു. എന്തേ ഇങ്ങനെ വിഷയങ്ങൾക്കൊരു വിടുതലില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ എന്ത് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, നിരാശപ്പെടരുത്, നിരുത്സാഹപ്പെടരുത്. അതിനർത്ഥം കർത്താവിൻ്റെ അടുക്കൽ റിക്വസ്റ്റ് ചെയ്താലും, കർത്താവ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ തക്ക സമയത്തിനകത്ത് അവൻ പ്രവർത്തിച്ചിരിക്കും എന്നുള്ള വസ്തുത ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രവർത്തിക്കാൻ കഴിയാത്ത ഒറ്റ കാര്യം പോലുമില്ല. എല്ലാ കാര്യത്തെയും പ്രവർത്തിക്കുവാൻ സൃഷ്ടിച്ച ദൈവത്തിന് സാധ്യമാണ്. ആമേൻ. ഒന്ന് ചേർന്ന് പറഞ്ഞേ ആമേൻ. സ്തോത്രം. ഒന്നാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ടൊന്ന് വരാം. വായിച്ച് വേഗത്തിൽ. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ഒരിക്കൽ പത്രോസും യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ഈ ചെല്ലുന്ന സമയത്ത് ഒരു മുടന്തനായിരിക്കുന്ന മനുഷ്യൻ, അവൻ ജന്മനാൽ മുടന്തനാണ്. ഇടവഴിയിൽ ആക്സിഡന്റ് ഉണ്ടായിട്ട് പുള്ളി മുടന്തനായതല്ല, ജന്മനാൽ മുടന്തനായൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷ യാചിക്കുവാൻ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. 9 മണി നേരമെന്ന് പറയുന്നത് നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള ഒരു 3 മണി ടൈമാണ്. സായാഹ്ന ബലി ദേവാലയത്തിൽ നടക്കുന്നതായിരിക്കുന്ന ഒരു ടൈമാണ്. പ്രാർത്ഥനകൾ ദേവാലയത്തിൻ്റെ ഭാഗങ്ങളിൽ നടക്കുന്നതായിരിക്കുന്ന, പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് കൂടുന്ന ജനമുള്ള അല്ലെങ്കിൽ ആളുകളുള്ള ഒരു സ്ഥലം. അതിൻ്റെ ദേവാലയ ഗോപുരത്തിങ്കൽ ഒരു മനുഷ്യനെ ഭിക്ഷയാചിച്ചുകൊണ്ട് അവിടെ അവൻ ഇരിക്കുകയാണ്. മറ്റുള്ളവർ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ്. ഇവന് സ്വയമായി നടക്കാൻ പ്രാപ്തിയില്ലാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്ത്, സ്വയമായി നടക്കാൻ പ്രാപ്തിയില്ലാത്തവൻ. ഇവനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയങ്ങളിലൊക്കെ കർത്താവ് ഈ മനുഷ്യനെ അതിര് കടന്നു പോയിട്ടുണ്ട്. ഈ മനുഷ്യനെ കടന്നു പോയിട്ടുണ്ട്. എത്രയോ തവണ ആ ഭാഗങ്ങളിലൂടെയൊക്കെ കർത്താവ് സഞ്ചരിക്കുമ്പോൾ ഈ മനുഷ്യനെ കടന്ന് കർത്താവ് പോയിട്ടുണ്ട്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. അന്നും ഈ മനുഷ്യൻ ഭിക്ഷയാചിച്ചുകൊണ്ട് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ട് അവിടെ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാഗ്ദത്ത ആത്മാവ് പ്രാപിച്ച അപ്പോസ്തലന്മാർ ആ വഴി അടുത്ത ചില പ്രവർത്തികൾക്ക് വേണ്ടി കടന്നു വരികയാണ്. അവൻ അധികാരത്തിന്റെ പ്രവർത്തനങ്ങളെ ചെയ്തെടുക്കുവാൻ അഭിഷേകമുള്ള ചിലരെ അവരുടെ അടുക്കലേക്ക് അയക്കാൻ പോകുകയാണ്. അവിടെ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. അവിടെ അവന്റെ വിഷയത്തിന് വേണ്ടി, അവിടെ അവന് വേണ്ടി പ്രവർത്തിക്കുവാൻ എന്റെ കർത്താവിന് മനസ്സായി. പലവട്ടം ആഗ്രഹിച്ചു, പലവട്ടം പ്രാർത്ഥിച്ചു. എന്തേ ഇങ്ങനെ വിഷയങ്ങൾക്കൊരു വിടുതലില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥകൾ എന്ത് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, നിരാശപ്പെടരുത്, നിരുത്സാഹപ്പെടരുത്. അതിനർത്ഥം കർത്താവിൻ്റെ അടുക്കൽ റിക്വസ്റ്റ് ചെയ്താലും, കർത്താവ് ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ തക്ക സമയത്തിനകത്ത് അവൻ പ്രവർത്തിച്ചിരിക്കും എന്നുള്ള വസ്തുത ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്.